കേരളം ഒത്തിരി മാറി, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചും കൂടെ ഒക്കെ സിംപ്ലിഫൈ ചെയ്തു. പക്ഷെ എല്ലാം വൃത്തിയോടുകൂടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണം. അങ്ങനെയാണ് ആരും ഉപദ്രവിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒത്തിരി മാറുന്നുണ്ട്. അതെ, തീർച്ചയായും. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ ചിലപ്പോൾ പിരിവിനൊക്കെ വരുമല്ലോ, അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പിരിവ് ചോദിക്കലോ അങ്ങനെയൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ കാര്യം പറയും, അവർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പറയും, ചേട്ടാ ഞാൻ തുടക്കക്കാരനാണ്, ചെറുതായിട്ട് ചെയ്തു തുടങ്ങണേ ഉള്ളൂ, സഹകരിക്കണം, അടുത്ത പ്രാവശ്യം തന്നാ മതിയോ അങ്ങനെ ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ നമ്മളിപ്പോൾ അവിടെ കയറി ഭയങ്കര ഡയലോഗ് അടിക്കാൻ ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇതാക്കും. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് പോകുന്ന GST ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക എന്നുള്ളതൊക്കെയാണ് പലതും. ഒരു പരിധിവരെയൊക്കെ നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാൻ വരില്ല. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പം കൊണ്ടിരിക്കും ഫാക്ടർ ആണല്ലോ നമ്മൾ ഉപദ്രവിക്കാൻ അവര്. ഇപ്പൊ അങ്ങനെയാണല്ലോ അൾട്ടിമേറ്റ്ലി. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു ശത്രുത ഉണ്ടാക്കാതിരിക്കാൻ, ഇങ്ങോട്ട് കയറി ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് മാന്തിട്ടു. തീർച്ചയായിട്ടും എല്ലാവരുടെ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഹേർട്ട് ചെയ്യാൻ നിന്നുമ്പോഴാണല്ലോ എല്ലാം പ്രശ്നം. നമ്മളെല്ലാവരുമായിട്ടും നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം. എന്നാൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സായിട്ട് നമുക്ക് വളരെ മോശമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. ഇല്ലെന്നത് ഞാൻ കാരണം സർവീസ് ഇൻഡസ്ട്രി ആണല്ലോ. ഈ സർവീസ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും 100% ആരെ ഹാപ്പി ആക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വണ്ടിയിൽ ഇപ്പോൾ നമുക്ക് സർവീസ് സെന്ററിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയത്തില്ലേ. ഏതെങ്കിലും സർവീസ് സെന്ററിൽ അടിയില്ലാത്ത ദിവസം ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ മിക്ക സർവീസ് സെന്ററുകളിലും. അതിപ്പോൾ പ്രീമിയം വണ്ടി ആണെങ്കിലും സാധാരണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ. കാരണം കസ്റ്റമറെ ഹാപ്പി ആക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അല്ല, പക്ഷെ ഞാൻ പൊതുവേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിലാവുമ്പം നമുക്ക് ചിലപ്പോൾ എതിർത്തൊക്കെ പറയേണ്ടി വരും. കാര്യം വേറൊന്നുമല്ല, അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കും. ഇവനെന്തും കേട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആ ലെവലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ച് പറയാറും അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഞങ്ങളിപ്പോൾ പറയണ പോലെ എൻ്റെ കടയിലുണ്ടായ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ബ്രസ്സ, ആ കാറ് പുതിയ ഡെലിവറി എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപാട് മുമ്പാണ്, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ടൈമിന്. ഈ സമയത്ത് ഈ ബ്രസ്സ എടുത്തുകൊണ്ട് വന്ന് പുള്ളിയുടെ മോൻ്റെ ഈ ചോറൂണോ അങ്ങനെ എന്തോ ഒരു പരിപാടി, പേരിടൽ ചടങ്ങ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവരെടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പയ്യൻ പോളിഷ് ചെയ്ത സമയത്ത് അറിയാതെ കയ്യിൽ നിന്ന് പോളിഷിങ് മെഷീൻ തെന്നി വിൻഷീൽഡ് പൊട്ടിപ്പോയി. ഇത് ഒരിക്കലും ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അന്ന് എനിക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെച്ചിട്ട് കസ്റ്റമറിൻ്റെ അടുക്കൽ നിന്ന് ഈ പറയണ പോലെ ഇത് മറച്ചു വെച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. പക്ഷേ അല്ല, വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതൊരു ധൈര്യമാണ്. എന്താ പറയുക, ധൈര്യം സംഭരിച്ച് ഞാൻ പുള്ളിനെ വിളിച്ച് സംസാരിച്ചത്, സാർ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. പക്ഷേ പുള്ളി വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അത് നിങ്ങളെ വിളിച്ച് പറഞ്ഞതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ഒരു കള്ളത്തരം കാണിക്കുമ്പോഴാണ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ഇതൊക്കെ ചെയ്യണത്, എന്തെങ്കിലുമൊക്കെ പറ്റും. അത് നമ്മൾ അവരോട് അഡ്രസ്സ് ചെയ്യുമ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് മാരുതിയിൽ പോയി ഈ പറയണ ഷോറൂമിൻ്റെ സമയത്തിന് മുമ്പ് നമുക്ക് അവിടെ കൊണ്ടുപോയി പുള്ളിക്ക് ഡെലിവറി കൊടുത്തു. ഇതെല്ലാം മാറ്റി ഷോറൂമിൽ തന്നെ റീപ്ലേസ് ചെയ്ത് അവിടെ പുള്ളി ഇപ്പോഴും നമ്മുടെ കസ്റ്റമറാണ്, പുള്ളി ഹാപ്പിയാണ്. പുള്ളി മനസ്സിലായി, ആ റിലേഷൻഷിപ്പ് നമുക്ക് ബ്രേക്ക് ആക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. നമ്മൾ പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്റ്റാഫിനോടും പറയണം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നിങ്ങളത് ഓപ്പണായിട്ട് പറഞ്ഞു. ഓപ്പണായിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ചിലപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ ചീത്ത വിളിക്കും, ഭയങ്കരമായിട്ട് ഇതാവും, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടേ കമൻ്റ് ഇടും, ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമായിരിക്കും നല്ലത്. ഒരു എക്സ്പീരിയൻസ് ആണ്, എന്തെങ്കിലുമൊക്കെ വന്നാലേ ഒരു രസമുള്ളൂ അല്ലേ.